ലേറ്റസ്റ്റ് നടന്നവരെ ഇന്ന് ജൂലൈ 16-ാം തീയതിയാണ് സഭയിൽ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. ഇംഗ്ലണ്ടിലെ ഈൽസ്ഫോർഡ് ആശ്രമത്തിലെ അധിപനായിരുന്ന അല്ലെങ്കിൽ അവരുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ തിരുനാളിന്റെ ചരിത്രം. ഒരു കാലഘട്ടത്തില് ഈ കർമ്മല സഭ അവിടെയുള്ള നാടുകളിൽ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ അവിടെയുള്ള ആ നാട്ടിന് പുറത്ത് അത്യാവശ്യം ഒരു എതിർപ്പൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ട്, പ്രതിസന്ധിയിലാകുന്ന ഒരു സമയം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് ഈ സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരയും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും നൽകുന്നുണ്ട്. അതുവഴി ഇവർ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുകയാണ്. കർമ്മല മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രതിസന്ധികളെയും എതിർപ്പുകളെയൊക്കെ മറികടക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ വായിച്ചയുടെ സുവിശേഷ ഭാഗം 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അതിനുവേണ്ടി തീക്ഷ്ണമായിട്ട് അന്വേഷിക്കുന്ന ഒരു സ്ത്രീയുടെ വചനഭാഗമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയും ഈ സ്ത്രീയെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അതായത് ഒരു നാണയം നഷ്ടപ്പെട്ടപ്പോൾ ഈ സ്ത്രീ തീക്ഷ്ണമായ ആഗ്രഹത്തോടെ അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനന്വേഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതേ കർത്തവ്യം ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മുടെ പാപം വഴി നമ്മൾ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ തീക്ഷ്ണതയോടെ പരിശുദ്ധ അമ്മ നമ്മയും അന്വേഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചുവരവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മ നമുക്കുണ്ട്. ഈ അമ്മയുടെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം, മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.